വഴിയരികിൽ അപകടത്തിൽപ്പെട്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടാൽ പോലും സഹജീവികളെ ആളുകൾ ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിക്കാൻ പോലും മടിക്കുന്ന ഈ കാലത്ത്, എന്തിനും ധനലാഭം മാത്രം കാണുന്ന മനുഷ്യത്വം അന്യം നിന്നുപോയ ഈ കാലത്ത് ബാബു എന്ന ഒരു ഓട്ടോ ഡ്രൈവർ നമുക്ക് മാതൃകയാവുകയാണ്. ഇദ്ദേഹം ചെയ്ത ഈ പ്രവൃത്തി നമ്മുടെ കണ്ണുകൾ ഈറനണിയിക്കുന്നതാണ്. ബംഗളൂരുവിലാണ് ഈ ഹൃദയസ്പർശിയായ സംഭവം നടക്കുന്നത്. അന്നൊരു ദിവസം ഉച്ചയ്ക്ക് 2:30 ഭക്ഷണം കഴിക്കാനായി തന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാബു എന്ന ഓട്ടോ ഡ്രൈവർ. വീട്ടിലേക്കുള്ള യാത്രക്കിടെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെ പോകുന്നതിനിടയിലാണ് വല്ലാത്തൊരു നിലവിളി ശബ്ദം ബാബുവിന്റെ ചെവിയിൽ വന്ന് വീഴുന്നത്. വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി നോക്കിയപ്പോൾ ബാബു കാണുന്നത് പ്രസവവേദന കൊണ്ട് നിലവിളിക്കുന്ന ഒരു നാടോടി സ്ത്രീയെയാണ്. സഹായത്തിനായി അവിടെ കിടന്ന് അവൾ നിലവിളിച്ചിട്ടും ആരും അവളെ തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത് കണ്ട് അവളെ സഹായിക്കാതിരിക്കാൻ ആ ചെറുപ്പക്കാരന് മനസ്സ് വന്നില്ല. അവളെ ആശുപത്രിയിലെത്തിച്ചാൽ തനിക്ക് യാതൊരുവിധ ലാഭവും ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ട് പോലും അദ്ദേഹം അവളെ സമീപത്തുള്ള ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ സ്ഥിതി ഗുരുതരമായതിനാൽ അടുത്തുള്ള CV രാമൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവർ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് മറ്റൊന്നും ചിന്തിക്കാതെ ബാബു അവരെയും കൊണ്ട് ഉടൻ തന്നെ CV രാമൻ ആശുപത്രിയിലെത്തി. എന്നാൽ ആ ആശുപത്രിയിലെ നിയമപ്രകാരം ബന്ധുക്കൾ ഫോം പൂരിപ്പിച്ചാൽ മാത്രമേ പ്രസവ കേസുകൾ അവർ പരിഗണിക്കാറുള്ളൂ. ആ സ്ത്രീയുടെ ഗുരുതരമായ അവസ്ഥ കണ്ട് ബന്ധുക്കളെ അന്വേഷിക്കാൻ നിൽക്കാതെ സ്വന്തം രേഖകൾ വെച്ച് അയാൾ ആ ഫോം പൂരിപ്പിച്ച് നൽകി. തന്റെ പേര് നന്ദിത എന്നാണെന്ന് അവൾ യാത്രക്കിടെ അയാളോട് പറഞ്ഞിരുന്നു. അന്നന്നത്തെ ഓട്ടം കൊണ്ട് വയറു നിറച്ചിരുന്ന ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ മാത്രമായിരുന്നു ബാബു. ഒരു ദിവസം മുഴുവൻ ഓടിയാൽ പോലും ഭാര്യയുടെയും 2 കുഞ്ഞുങ്ങളുടെയും ചിലവുകൾക്ക് പോലും അദ്ദേഹത്തിന് പണം തികയുമായിരുന്നില്ല. എന്നിരുന്നാലും ആ യുവതിയെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ അയാൾ തയ്യാറായില്ല. ആ സ്ത്രീ ഒരു ചോരക്കുഞ്ഞിനെ പ്രസവിക്കും വരെ അയാൾ ലേബർ റൂമിന് പുറത്ത് കാത്തുനിന്നു. അങ്ങനെ ഒടുവിൽ ആ സ്ത്രീ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പക്ഷേ അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അയാൾ അറിയുന്നത്. ആ നാടോടി സ്ത്രീയുടേത് മാസം തികയാതെയുള്ള പ്രസവമായിരുന്നുവെന്ന്. പ്രസവ സമയത്ത് ആ കുഞ്ഞിന്റെ ഭാരം വെറും 850 ഗ്രാം മാത്രമായിരുന്നു. കൂടാതെ കുഞ്ഞിന് കടുത്ത ശ്വാസമുട്ടും അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് കുഞ്ഞിനെ കൂടുതൽ സൗകര്യമുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. അയാൾ ആ യുവതിയുടെയോ വളർച്ചയെത്താതെ പിറന്ന ആ കുഞ്ഞിന്റെയോ ആരുമായിരുന്നില്ല. എന്നിട്ടും അയാൾ ഡോക്ടർമാർ പറഞ്ഞ ആശുപത്രിയിലേക്ക് രാത്രി 11:30 കുഞ്ഞിനെയും കൊണ്ടുപോയി. തുടർന്ന് പുലർച്ചയോടുകൂടി അദ്ദേഹം വീട്ടിലെത്തി കുളിച്ച ശേഷം നേരെ CV രാമൻ ആശുപത്രിയിലേക്ക് തിരിച്ചു. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് അയാൾ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നത്. പ്രസവിച്ച ചൂടാറും മുമ്പേ തന്നെ ആശുപത്രിയിലെത്തിച്ച ബാബുവിനോട് ഒരു നോട്ടം കൊണ്ടുപോലും നന്ദി അറിയിക്കാൻ കാത്തുനിൽക്കാതെ ആ സ്ത്രീ അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നു. അയാൾ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയ ഒരു നിമിഷമായിരുന്നു അത്. 4 വയസ്സുള്ള ഒരു മകനും 2 വയസ്സുള്ള ഒരു മകളുമാണ് ബാബുവിനുള്ളത്. ആ പിഞ്ചു കുഞ്ഞിനെ കണ്ടപ്പോൾ തന്റെ ഇളയ കുഞ്ഞിന്റെ മുഖം ഓർമ്മ വന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോകാൻ അയാൾ തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ കുഞ്ഞിനെ നമുക്ക് ദത്തെടുക്കാമെന്ന് അയാൾ ഭാര്യയോട് പറയുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ പകൽ സമയങ്ങളിൽ ജോലിക്ക് പോയും രാത്രി സമയങ്ങളിൽ ആശുപത്രി വരാന്തയിൽ ചിലവഴിച്ചും അയാൾ 18 ദിവസം ആ കുഞ്ഞിനായി കാത്തിരുന്നു. നഴ്സുമാർ ദിവസവും ആവശ്യപ്പെടുന്ന മരുന്നും മറ്റു സാധനങ്ങളുമൊക്കെ ബാബു സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചിലവിട്ട് വാങ്ങി നൽകി. ഇതുകൂടാതെ പ്രസവം നടന്ന ആശുപത്രിയിലെ എല്ലാ ചെലവും ബാബു തന്നെയാണ് വഹിച്ചത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം നിർഭാഗ്യവശാൽ ആ കുഞ്ഞിന്റെ സ്ഥിതി വഷളാവുകയും പിറ്റേന്ന് ആ കുട്ടി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ആരെന്നോ എവിടെ നിന്നോ അറിയാത്ത ഒരു കുഞ്ഞായിട്ട് പോലും അതിന്റെ മരണം സാധാരണക്കാരനായ ആ ഓട്ടോ ഡ്രൈവറെ വല്ലാതെ സങ്കടപ്പെടുത്തി. ആ കുഞ്ഞിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയാൽ കൊള്ളാമെന്ന് ബാബുവിനുണ്ടായിരുന്നു. എന്നാൽ നേർബന്ധം ഇല്ലാത്ത സാഹചര്യത്തിൽ ആശുപത്രിക്ക് കുഞ്ഞിന്റെ ശരീരം വിട്ടുകൊടുക്കാൻ കഴിയുമായിരുന്നില്ല. ആശുപത്രി ചെലവുകളെല്ലാം കൊടുത്തു തീർത്ത ശേഷം പിന്നീട് ബാബു നേരെ പോയത് ഇന്ദിരാനഗർ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. അവിടെ എത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയ ആ സ്ത്രീക്കെതിരെ അയാൾ പരാതി നൽകുകയും ചെയ്തു. പിന്നീട് സംഭവം വാർത്തയായതോടെ കുഞ്ഞിനു വേണ്ടി എത്ര പണം ചെലവഴിച്ചു എന്ന് പലരും അദ്ദേഹത്തോട് ചോദിച്ചു. എന്നാൽ താൻ എത്ര പണം അതിനായി ചെലവഴിച്ചു എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. അവൾ എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെയായിരുന്നു. സ്വന്തം കുട്ടികളുടെ ഭക്ഷണത്തിനോ ആശുപത്രി ചെലവുകൾക്കോ എത്ര ചെലവഴിച്ചുവെന്ന് ആരും കണക്ക് വെക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ബാബു എന്ന ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ ഇന്നത്തെ സമൂഹത്തിന് ഒരു മാതൃകയാണ്. നമുക്ക് പിന്തുടരാനാവുന്ന ഒരു നല്ല മാതൃക.